ഇനി മലപ്പുറത്തേക്ക് പോയാൽ വേങ്ങര പോലീസിനെതിരെ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ രാത്രി വീട്ടിൽ താൻ ഉണ്ടാകുമോ എന്ന് പോലീസ് വിളിച്ച് ഉറപ്പുവരുത്തി. കഴിഞ്ഞ ദിവസം ഒരു 6 മണിക്ക് ശേഷം ഒരു 6:20 ആയിട്ടുണ്ടാകും. ആ സമയത്താണ് 2 പോലീസുകാർ ഇവിടെ വരുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്താണ് രാത്രി 12 മണിക്ക് ശേഷമുള്ളൊരു ചെക്കിങ്ങിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവരോട് ഞാൻ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഏതെങ്കിലും എന്താ പറയുക ഹാബിച്വൽ ഒഫൻഡറൊന്നുമല്ല ഞാൻ. പക്ഷെ അവർ പറയുന്നതല്ല, ഇത് മലപ്പുറത്തുനിന്ന് വരുന്ന ടീമാണ്, അവരിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ 2 പേരിൽ ഒരാൾ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാണ് ഈ വേങ്ങരയിൽ നിന്ന് വന്ന ആളാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സാധാരണമായ ചെക്കിംഗ് ആണെന്നുള്ളതാണ്. വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഈ സിദ്ദിഖ് കാപ്പനെ വിളിച്ച് രാത്രിയിൽ ഇങ്ങനെ ചോദിച്ചത് ആരാണ്? ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആളാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിശദീകരണം എന്താണ്? നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. ലക്ഷ്മി, ഇന്നലെ വൈകിട്ടാണ് ഈ സിദ്ദിഖ് കാപ്പന്റെ വീട്ടിൽ 2 പോലീസുകാരെത്തി. ഒരാൾ മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, മറ്റൊന്ന് മലപ്പുറത്തെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇവർ 2 പേര് വന്ന് ഇവിടെ രാത്രിയിൽ ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കുന്നു. ഈ അന്വേഷണമാണ് ഒരു സംശയകരമായി ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും അത് തന്നെയാണ് ഫേസ്ബുക്കിലെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ലക്നൗ ഹൈക്കോടതിയുടെയും ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെയും എല്ലാം ജാമ്യം ലഭിച്ച് ആ ജാമ്യ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കും, ആ ജാമ്യ വ്യവസ്ഥകൾ ലഘൂകരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് താനെന്ന് സിദ്ദിഖ് കാപ്പൻ പറയുന്നു. അങ്ങനെ താൻ ഒരു സ്ഥിരം കുറ്റവാളിയായി കാണുന്നത് പോലെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കേരള പോലീസ് അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിന്റെ സാഹചര്യം എന്തെന്ന് മനസ്സിലാവുന്നില്ല. ഒപ്പം തന്നെ സമീപത്തുള്ള വീടുകളിലെല്ലാം കയറി അന്വേഷിച്ച് സിദ്ദിഖ് കാപ്പന്റെ വീട് ഏതാണെന്ന് അന്വേഷിച്ച സമീപത്തെ വീട്ടുകാരെ പോലും ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് പോലീസിന്റെ രീതി ഉണ്ടായിട്ടുള്ളത് എന്നുമെല്ലാം അദ്ദേഹം വിശദമായി നമ്മോടൊപ്പം പറയുകയുണ്ടായി. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പോലീസിന് പറയാനില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ വിളിച്ച് ഈ കാര്യം പറയുന്നു. അഭിഭാഷകൻ വഴി പോലീസുകാരെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ പോലീസുകാരും അതിന് കൃത്യമായ മറുപടി നൽകിയില്ല എന്ന് അഭിഭാഷകനും പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ കേരള പോലീസ് തനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി, ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അത് വിശദമായി അന്വേഷിക്കുക തന്നെ വേണമെന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ ഭയപ്പെടുത്താനാണെങ്കിൽ തന്റെ ഭയമെല്ലാം ഇല്ലാതായി കഴിഞ്ഞതാണ്, അതെല്ലാം പരമാവധി അനുഭവിച്ചു കഴിഞ്ഞൊരു വ്യക്തിയാണ് താൻ. അങ്ങനെ നിർഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ് താനും തന്റെ കുടുംബവും എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് പോലീസ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? പോലീസും നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോഴും പോലീസ് അതിന് കൃത്യമായ ഒരു മറുപടിയൊന്നും പറയുന്നില്ല. ഒരു സാധാരണ അന്വേഷണം മാത്രമാണ് എന്നുള്ള ഒരു പതിവ് രീതിക്കപ്പുറം പോലീസും അതിന് വിശദമായി ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. ലക്ഷ്മി, പക്ഷെ ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു വിചിത്രമായ നടപടിയായി തോന്നുന്നില്ലേ ശാന്തകുമാർ? 12 മണിക്ക് ശേഷം ഒരാൾ വീട്ടിലുണ്ടോ എന്നുള്ള അന്വേഷണം, അതിനുശേഷം ഇവരിങ്ങനെ വിളിച്ച് ചോദിച്ചതിന് ശേഷം അവിടെ പോയി നോക്കിയിരുന്നോ? ഈ വിവരം അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണി വരെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു, പോലീസ് വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ പോലീസ് ഇന്നലെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു മനംമാറ്റം പോലീസിന്റെ ഭാഗത്തുണ്ടായതെന്നാണ് കരുതുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ രാത്രി 12 മണിക്ക് ശേഷം വന്ന് എന്ത് പരിശോധന നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും സംശയം. അത് തന്നെയാണ് സിദ്ദിഖ് കാപ്പനും പങ്കുവയ്ക്കുന്നത്. കാരണം തന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും പോലീസ് സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ SP-യുടെ ഓഫീസിലോ എവിടെ വേണമെങ്കിലും എത്താൻ ഏത് ബുദ്ധിമുട്ടുമില്ല. ഏകദേശം 15 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ തന്റെ വീട്ടിൽ നിന്ന് മലപ്പുറം SP ഓഫീസിലേക്ക്. അത്തരം ലളിതമായ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത്. തന്നെ ഇപ്പോൾ ഈ കേരള പോലീസ് കാണുന്നത് ഒരു സ്ഥിരം കുറ്റവാളിയെ കാണുന്നത് പോലെയാണ് തന്നെ കണ്ട് ഇപ്പോൾ പെരുമാറുന്നത്. ഇത് സംശയകരം തന്നെയാണ് എന്ന് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ തുടർ നീക്കവും നടപടിയും എന്താണെന്നുള്ളത് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സിദ്ദിഖ് കാപ്പൻ പറയുന്നത്. ലക്ഷ്മി.